ശരിക്കും ഞാൻ വിചാരിച്ചത് താനിപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ജീവിതമായിരിക്കുന്നു. എന്ത് പറ്റി ലൈഫ് ഇപ്പോഴും സിംഗിളായിട്ട്? താനും ശ്രുതിയും ഭയങ്കര പ്രേമത്തിലല്ലായിരുന്നു? എടാ, തിരിച്ചറിവില്ലാത്ത പ്രായത്തിലുള്ള ഒരു പെണ്ണ് ആരും ഇതുവരെ എന്നെ സ്നേഹിക്കാത്ത പോലെ സ്നേഹിച്ചു. അവക്ക് പക്വത വന്നു, വിവരം വന്നു. അപ്പൊ ഞാനൊരധികം പറ്റായി. സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സീനായിരുന്നു. ചേട്ടാ, നമ്മൾ തമ്മിൽ ചേരില്ല, ചേട്ടൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. നല്ല ഫ്രഷ് ബ്രേക്കപ്പ് സീൻ. പോകുന്നവരെ പിടിച്ചേർത്തിട്ട് കാര്യമില്ലടോ. ഞാൻ കെഞ്ചാനും കാല് പിടിക്കാനൊന്നും പോയില്ല, പക്ഷെ കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ. ഇരുട്ടത്ത് തലേണം കെട്ടിപ്പിടിച്ച് നേരം വെളുക്കോളം, അതല്ലേ? അത് പിന്നെ ബ്രേക്കപ്പില് കോമൺ ആണല്ലോ. എന്നാലും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. എത്ര പെട്ടെന്ന് ഈ മനുഷ്യന്മാരുടെയൊക്കെ മനസ്സ് മാറും. ഈ മിണ്ടി മിണ്ടി ആരും അല്ലാതായി തീരില്ലേ, അതുപോലെ പ്രണയത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. അവക്ക് എന്നെ മടുത്തു, അതുകൊണ്ട് അവള് പോയി. എനിക്ക് അവളെ മടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവളെ ഓർക്കുന്നു. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഇതൊക്കെ മടുക്കുന്നു. പണ്ടുള്ളവരൊക്കെ കെട്ടി ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കുമല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല. പണ്ടുള്ളവരൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും ഒരു വീട്ടിൽ കഴിയുന്നുണ്ട്, ശത്രുക്കളെ പോലെ 2 മുറിയിലായിട്ട്. അതിന് പുറത്തോട്ടൊന്നും പോണ്ട, നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ അപ്പനും അമ്മയും എങ്ങനെയാണ് കഴിയണമെന്ന്. പഴയ ലവും ഇല്ല, വൈബും ഇല്ല, ഒരു ജാതി ജീവിതം. ആ, അത് ശരിയാ. പലപ്പോഴും ശത്രുക്കളെ പോലെ അവർ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. പരമസത്യം. എല്ലാ റിലേഷൻഷിപ്പിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് പെട്ടെന്നാകാതിരിക്കാൻ മാത്രം നമുക്ക് ശ്രമിക്കാം. അതേ പറ്റൂ. എന്നാടോ ഈ നാട് നന്നാകുന്നത്? നീലാവിന്റെ നെറ്റിമേൽ തൊട്ടത് നീയോ രാക്കനമോ?